രാധേ, എന്ത് പ്രശ്നമാണ് ഉണ്ടായേ? ഒന്നുമില്ല. ചന്ദ്രനാരെന്തെങ്കിലും? നടക്ക്. നോക്കി നടക്ക്, അല്ലെങ്കിൽ വീഴും. നീ എന്തിനാണ് ഈ അറിയത്ത് വന്ന് കിടന്ന് തണുപ്പടിക്കുന്നത്? വല്ല സൂക്കേടും വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മരുന്ന് തരണം, ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, ദേ അവളുടെ അടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുതു നിന്നോളാം. അയ്യോ, തൊഴിലൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാര, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ നീ വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്നല്ലോ ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ പായൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണോ ഉറങ്ങാൻ? എടാ നേലത്ത് നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നോടെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പറ്റേ പോലെ കാലം നിൽക്കാണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു അല്ലേ ആരാടിയത്? പപ്പേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട്. എന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണോ നമ്മൾ കാണുന്നത്? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്നുണ്ട് മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ? ചീത്ത മാത്രല്ലേ കാണൂ. ഞാൻ കാണുന്നെന്ന് പറയുന്നത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര്. ആയിക്കോട്ടെ, ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി, നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തുന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കകത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മായി പറഞ്ഞത് ശരിയാ. ഞാനും ശശിയേട്ടനും ഇഷ്ടത്തിലാ. ഞങ്ങള് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നാണ് ഇപ്പൊ എന്റെ മോളെ, അതിന് മാത്രം എന്താ തെറ്റാണ് അവർ ചെയ്തത്? ഇന്നിപ്പം മാറ്റളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞാൽ നമ്മള് നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ?
എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാണ് ചോദിച്ചത്. അത് ഞങ്ങൾ തന്നെ സ്നേഹത്തോടെ ഇനിയുള്ള പേര് പോലും നീ ഓർത്താ കൊല്ലും ഞാൻ. ചന്ദ്രനെ ഇനി ഒന്നും ചെയ്യില്ല. മോനെ ദിവാര, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്ത് പറയാനാമേ? അവളുണ്ടില്ലേ അമ്മേ? ഇന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ? വാശി. അത് മുഴുവൻ തിന്നടാ. അതെ മോളെ, സാരില്ല. ദിവാരേട്ടന് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഇന്നലെ വരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കുമ്പോൾ ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയേച്ച് പോലും നിന്നെ അതിരി വിട്ട് സ്നേഹിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരമില്ല. ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല.
ചോണയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാടാ. എങ്ങനാ അങ്ങനെ പോകണേ? എന്തിനാടാ പടം മുഴുവൻ ഇളകി വന്നേക്കുന്നത്? എന്റെ ഈശ്വരാ, എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ നീ കൊല്ലും അല്ലടാ? കൊല്ലും. ഇപ്പൊ തല്ലേ ഉള്ളൂ. തെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം. എന്റെ ചക്കനെ കൈയും കണ്ണും കാണിച്ച് വശീകരിച്ചിട്ട് പരിസരത്ത് പാട്ടും കൂത്തും കാട്ടി എന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ന്യായം പറയണ. ഇനി പരിസരത്ത് അവനെ കണ്ടാണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല, ചവിട്ടിയാൻ തണ്ടലൊടിക്കും. അപ്പൊ ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങ പറിക്കാൻ പോകും. ചെക്കന്റെ മേത്തൊരു പാൽക്കറി വീണുണ്ടല്ലോ, ഇത് കണ്ട നീ മരം പണിയാൻ മാത്രമല്ല ചങ്കി കിളികൾ ഓടുന്നുണ്ടല്ലോ. അതിനാണ് ഇപ്പൊ ചെയ്യും. ഊളത്തരം കാട്ടിയ ഇനിയുണ്ടാവും. നിന്നെ സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് പതപ്പിച്ചില്ലെങ്കിൽ, നിന്റെ പണി ഞാൻ കളയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞുണ്ണ. പിന്നെ താനെന്റെ വലത്തും പോടാ. ആരെയാടാ നീ തല്ലി കൊല്ലാറാക്കിയത്? പോയി അന്വേഷിക്ക്. പോയി കിടക്കടി. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. അത് എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? 5 വയസ്സ് മുതൽ കൂടെ കൊണ്ടുവന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടേക്കാൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശാരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ റെയിൽപാളത്തിൽ നിന്ന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്. മോനെ, കേട്ടില്ല അമ്മേ, ഞാൻ ആരുമല്ല. അമ്മേ, എന്റെ ചീത്ത പറയുന്നല്ലേ? എന്തെങ്കിലും ഇല്ല മോനെ. മോളെ മോളെ എന്താച്ചാ? അമ്മന്റെ അമ്മ പുഴയെ പോയി. ഒരു 11 മണി ആകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ. ആ, വാ കേറിയിരിക്ക. എവിടെ നിങ്ങളുടെ മരുമോൻ? അവനിവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്കുക. തത്തമംഗലത്തിന് 2 ദിവസം കഴിഞ്ഞ് വരും. ദിവാര, കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഉണ്ടാവാണ്ട് നോക്കുക. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട. ഞാൻ വെറും കരിവേപ്പില. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയുമെന്നറിയില്ല, തലയിൽ വെച്ച പേനരിക്കും, താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ അവളെ വളർത്തിയത്. മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല, മോളെ പോലെ ഞാൻ അവളെ നോക്കിയത്. ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അതായിരിക്കും എന്റെ തെറ്റ്. ആ, അത് പോട്ടെ. കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങോട്ട് മറക്കോടാ. മറന്നില്ലെങ്കിലോ? വേണ്ട കുഞ്ഞുട്ടേട്ടാ, അവള് സുഖായിരിക്കണം, അത് മതി എനിക്ക്. ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം. എന്തിന്? എന്തിനാണ്? പെണ്ണു കാണാൻ, എന്നിട്ട് അവളെ കെട്ടാൻ. അത് നടക്കുമെന്ന് തോന്നണല്ലോ എനിക്ക്. നടന്നേ പറ്റൂ. ജാതി നോക്കിയിട്ടൊന്നുമല്ലോ സ്നേഹിച്ചത്, മോഹിപ്പിച്ചിട്ട്. ഇതെന്താ തമാശ? അങ്ങനെ ഊരിപ്പോവാനാണെങ്കിൽ അതവന്റെ അവസാന. ഓർത്തോ?